സാഹിബിന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കെ.എം. സോപ്പി സാഹിബിനെ പൂർവ്വസൂരികളെ അനുസ്മരിക്കുന്നതിനു വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കട്ടെ. ബഹുമാന്യനായ അധ്യക്ഷൻ മഹബൂബ് സാഹിബ്, മറ്റ് മഹത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ മഹാസംഗമത്തിൽ സംബന്ധിക്കാനും ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ഈ മഹാസംഗമത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അണ്ടത്തോടൻ തറവാടിനെ കുറിച്ചുള്ള ആധികാരികമായ സൂചന സ്വാഗത പ്രഭാഷണത്തിൽ ഏറെക്കുറെ ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പിന്നിൽ ബഹുമാന്യനായ കൂടത്തിൽ ഈ തറവാട്ടിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള വസ്തുതകൾ ഉൾക്കൊള്ളുന്ന ലഭ്യമായ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് മൊയ്തീനെ അനുസ്മരിച്ചുകൊണ്ട് ഈ മഹാ കുടുംബത്തിൻ്റെ ഏതാനും വശങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ പറഞ്ഞത് മാതിരി എടച്ചോഴി വീട്ടിൽ അണ്ടത്തോടൻ കലന്തൻ മൂപ്പന്റെയും വടക്കേൽ ഉമ്മാത്തയുടെയും പിൻതലമുറക്കാരാണ് നിങ്ങൾ. ഈ ദമ്പതികളുടെ പരമ്പരയാണ് ഉത്തര കേരളത്തിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത്. ഈ പരമ്പര ഉത്തര കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം അണ്ടത്തോടൻ കുടുംബം ഇന്നും നിർണായകമായ പങ്കുവഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് മാതിരി 12 തലമുറ നമ്മൾ പിന്നിട്ടു. ഈ 12 തലമുറയിലായി നാട് ഭരിച്ച നാട്ടുപ്രമാണിമാരുടെ, നാട്ടുമുഖ്യസ്ഥന്മാരുടെ, നാട്ടിലെ നേതാക്കന്മാരുടെ ഇന്നലത്തെ തലമുറയെ നമുക്ക് ബഹുമാനത്തോടുകൂടി അനുസ്മരിക്കാം. എന്തുകൊണ്ട് ഇന്നും ഈ കുടുംബം യശസ്സോടുകൂടി ബഹുമാന്യത്തോടുകൂടി നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് എൻ്റെ വിനീതമായ അഭിപ്രായം ഈ കുടുംബത്തിൻ്റെ ചരിത്രപരമായ ഇന്നലത്തെ സംഭാവനയുടെ ഫലമാണ്. 2 തരത്തിലുള്ള തറവാടുകൾ പിന്നിട്ട് പോയിട്ടുണ്ട്. ചിലത് അധികാരം വാഴാനും കല്ലറകൾ പോലും സൃഷ്ടിച്ച് നാട്ടിൽ ആളുകളെ അടിമയെപ്പോലെ നയിച്ച തറവാടുകളുണ്ടായി. അണ്ടത്തോടൻ തറവാട് ഈ തറവാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പരിശോധിച്ചാലും പഠിച്ചാലും മനസ്സിലാകുന്നത്, ചരിത്രത്തിന്റെ പടവുകളിൽ എവിടെയൊക്കെ അണ്ടത്തോടൻ നായകന്മാരുണ്ടായിട്ടുണ്ടോ അവർ ജനങ്ങളുടെ നായകന്മാരായിരുന്നു, ജനങ്ങളെ സേവിക്കുന്നവരായിരുന്നു, ജനങ്ങളെ സഹായിക്കുന്നവരായിരുന്നു. സർവോപരി നാട്ടിലെ പാപങ്ങളുടെ പൊരുത്തം സിദ്ധിച്ചവരായിരുന്നു. ആ പൊരുത്തത്തിന്റെ മഹാപ്രഭാവമാണ് ഇന്നും ഈ 12 തലമുറയും സമൂഹത്തിൽ അനുഭവിക്കുന്ന യശസ്. 1400 പരം സ്വത്തും അന്നത്തെ തറവാട് നാട്ടിലെ ഭരണാധികാരികൾക്ക് ഗണ്യമായ പങ്കുവഹിച്ച തറവാടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിന്റെ പുരോഗതിയിൽ ഉണ്ടായിട്ടുള്ള
എല്ലാ നാഴികക്കല്ല് അണ്ടത്തോടൻ തറവാട്ടിന്റെ സംഭാവനകൾ കാണാം. ബഹുമാന്യനായ എടച്ചേരി വീട്ടിൽ അണ്ടത്തോടൻ കലന്തൻ, അവരുടെ പുത്രനാണ് ബഹുമാന്യനായ ഇടത്തിൽ അണ്ടത്തോടൻ പക്കി അവർകൾ. പഠിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആറ്റോട്ടി, കയ്യോട്ടി, ഐച്ച. പെണ്ണുങ്ങൾക്ക് ഈ പേരിപ്പം പരിചയമുണ്ടോ എന്ന് ഞാൻ അറിയില്ല, പഴയ പേരാ ഞാൻ പറഞ്ഞത്. ആറ്റോട്ടി, കയ്യോട്ടി, ഐച്ച, ഈ 3 പേരും ബഹുമാനപ്പെട്ട പക്കി വലിയുപ്പയുടെ ഭാര്യമാരായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാണ് അണ്ടത്തോടൻ പക്കരുകുട്ടി. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നത് എളുപ്പമാണ്. എന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ മുഹമ്മദ് സാഹിബ് ഒരു ഡിഗ്രി കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ മാനേജറാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉപജ്ഞാതാവും സ്ഥാപകന്മാർ. പക്ഷെ 400 കൊല്ലം മുമ്പ് അണ്ടത്തോടൻ പക്കരുകുട്ടി ജീവിച്ചിരുന്ന കാലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക എന്നത് എളുപ്പമല്ല. അണിയാറത്തെ ബോർഡ് സ്കൂൾ, ബഹുമാനപ്പെട്ട വൈ കെ മൂസാജിയുടെയും മമ്മുഹാജിയുടെയും ഒക്കെ വീട്ടിന്റെ മുമ്പിലുള്ള അടുത്തുള്ള ബോർഡ് സ്കൂൾ, ആ ബോർഡ് സ്കൂൾ സ്ഥാപിച്ചത് അണ്ടത്തോടൻ പക്കരുകുട്ടിയാണ്. 400 കൊല്ലം മുമ്പ് അക്ഷരത്തോടുള്ള ബഹുമാനം, വിദ്യാഭ്യാസത്തോടുള്ള ബഹുമാനം, നവോത്ഥാനത്തോടുള്ള ബഹുമാനം, സംസ്കാരത്തോടുള്ള ബഹുമാനം എത്രമാത്രം നിങ്ങളുടെ തറവാട്ടിലെ ഇന്നത്തെ തലമുറയ്ക്കുണ്ടായിരുന്നു എന്നതിന് വെളിച്ചം വീശുന്ന പ്രകാശ ഗോപുരമാണ് ബഹുമാനപ്പെട്ട അണ്ടത്തോടൻ പക്കരുകുട്ടിയുടെ ചരിത്രം. വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, നമുക്കിന്നൊരു പാഠം കെട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന, നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെക്കാളും നമ്മൾ PWD മിനിസ്റ്ററെ കാണും, നമ്മൾ കലക്ടറെ കാണും, നിവേദനം നടത്തും, ഗവൺമെന്റിനെ കൊണ്ട് പാലം കെട്ടിക്കും. അണ്ടത്തോടൻ പക്കരുകുട്ടി ചെയ്തത് അതല്ല. അണ്ടത്തോടൻ പക്കരുകുട്ടി നാട്ടുകാരണം വരുന്നതിന് തന്റെ അക്ഷാശക്തി ഉപയോഗിച്ച് ജനങ്ങളെ വിരുത്തി 3 ദിവസം കൊണ്ട് മുണ്ടത്തോടൻ പുഴയ്ക്ക് പാലം കെട്ടി. പെണ്ണുങ്ങൾ പഠിക്കണം, പാട്ടുപാടാൻ അറിയാമെങ്കിൽ ഞാനൊരു പാട്ടുപാടിത്തരാം. അണ്ടത്തോടൻ പക്കരുകുട്ടി മുണ്ടത്തോടിന് പാലം കെട്ടി. പാട്. നിങ്ങൾ ഇന്നലത്തെ തലമുറ അണ്ടത്തി മുണ്ടത്തോടിന് പാലം കെട്ടി ചരിത്ര ഗ്രന്ഥത്തിലെ പാട്ടാണത്. നിങ്ങൾക്കിതിനപ്പുറം അഭിമാനിക്കാൻ എന്തു വേണം? നിങ്ങൾ ഇന്നലത്തെ ഉപ്പാപ്പ, ഈ തറവാട്ടിലെ ധ്രുവ നക്ഷത്രം, ബഹുമാനപ്പെട്ട അണ്ടത്തോടൻ കലന്തന്റെ പുത്രൻ അണ്ടത്തോടൻ പക്കരുകുട്ടി നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. നാട്ടിൽ പൊതുമരാമത്ത് സ്വയം നിലയിൽ പാലം കെട്ടിപ്പഴുതു. അണ്ടത്തോടൻ പക്കരുകുട്ടി മുണ്ടത്തോടൻ പാലം കെട്ടി. ചരിത്രത്തിന്റെ രേഖയാണ്, വെറും പാട്ടല്ല. 2ാമത്തെ മകനാണ് ഇടത്തിൽ അണ്ടത്തോടൻ കലന്ത. എനിക്ക് ഈ കുടുംബത്തിലെ, ഞാൻ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ രേഖകൾ ബഹുമാനപ്പെട്ട EN നാസറോടും കൂടത്തിൽ കുഞ്ഞബ്ദുള്ള മാസ്റ്ററോടും മേടിച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചിട്ട് തീരുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. ഈ കുടുംബത്തിലെ 2-3 വ്യക്തികളോട് എന്റെ പൊതുജീവിതത്തിലുള്ള എന്റെ കടപ്പാട്, 3-4 വ്യക്തികളോട്, ബഹുമാനപ്പെട്ട ഇടത്തിൽ അമ്മദാജി, ഇടത്തിൽ അച്ചുഹാജി, ഇടത്തിൽ മുളിയിൽ കുഞ്ഞുമൂത്ത് ഹാജി, നെല്ലൂർ PP അഹമ്മദ് ഹാജി, ഈ 3-4 വ്യക്തികളോട് എനിക്കുള്ള വ്യക്തിപരമായ ബന്ധം, എന്റെ കടപ്പാട് പറഞ്ഞാൽ തീരുന്നതല്ല. ഞാൻ അത്രമാത്രം ബന്ധപ്പെടുകയും അവരുമായി ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തവനാണ്. ബഹുമാന്യനായ സുഹാജി നിറഞ്ഞ ഇടത്തിൽ കന്തരക്ക ഇടത്തിലക്കോനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അന്ന് മുണ്ട് വാടിക്കെട്ടി ഇടത്തിലെ വയലിൽ കൂടി ആള് പോവില്ല, ഭയം കൊണ്ടല്ല, ബഹുമാനം കൊണ്ട്.
ആ ഇടത്തിൽ കണ്ടിരിക്കാന്റെ മൂത്ത പുത്രൻ ബഹുമാനപ്പെട്ട അമ്മദാജി ഒരൊറ്റ ശബ്ദമിട്ടാൽ നാട് ഞെട്ടുന്ന ശബ്ദമായിരുന്നു. PR കുറുപ്പിന്റെ കൂടിയായിരുന്നു ഹസ്വാജി, സോഷ്യലിസ്റ്റുകാരനായ ഷാഹജി. തന്ത്രപരമായി അന്ന് ഇടത്തിലെത്തായ ഒരു പൊതുയോഗം വെക്കണമെങ്കിൽ കലന്തെടുക്കാന്റെ അനുവാദം വേണം, അല്ലാതെ പൊതുയോഗം നടക്കില്ല. ആ കലന്തെടുക്കാന്റെ അനുവാദത്തോടുകൂടി ഒരു മഹാസമ്മേളനം നടന്നു കുനിയിൽ പീടികയിൽ മുമ്പിൽ. അന്ന് അമ്മദാജി PR കുറുപ്പിനെതിരായിരുന്നു. അന്നത്തെ PR കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ PR കുറുപ്പ് കുനിയിൽ പീടികയിലെ മഹാസമ്മേളനത്തിൽ മുസ്ലിം സമുദായത്തെ പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദം കുനിയിൽ പീടികയിലെ പക്കൂക്കാന്റെ പീടികക്കോരായിരുന്നു കൊണ്ട്, എടാ കുറുപ്പേ, മാപ്പിളാർ അധികം ബോധിക്കണ്ട, കുറുപ്പേ മാപ്പിളാർ അധികം ബോധിക്കണ്ട. ഇത് പറയാൻ അമ്മദാജിക്ക് ധൈര്യം കിട്ടിയത് ഈ തറവാട്ടിന്റെ ആർജവത്വം. അതിനുശേഷം കുറുപ്പ് തന്ത്രപരമായി അമ്മദാജിയുടെ ശത്രുക്കളെ ചൊക്കിടിയിൽ കണ്ടെത്തുകയും അമ്മദാജിയുടെ ശത്രുക്കളെ അമ്മദാജിക്ക് വേണ്ടി അടിച്ചു വർദ്ധിക്കുകയും ചെയ്തപ്പോൾ സ്വയം അമ്മദാജി കുറുപ്പുമായി ബന്ധപ്പെടുകയായി. അസ്വാജി അതല്ല, നിറഞ്ഞ ജനസേവകരായിരുന്നു അസ്വാജിയും കുഞ്ഞുമൂ സാഹാജിയും. ഞാൻ പറയട്ടെ, എന്റെ കുടുംബത്തിലെ നിർണായകമായൊരു സംഭവം വിവരിച്ചാലേ ഞാൻ ഇവരോട് എത്രമാത്രം കടപ്പെട്ടു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയുള്ളൂ. എന്നെ ആളുകൾ വിശേഷിപ്പിക്കാറ് കുറുപ്പിന്റെ അടിമയായി ജീവിച്ചൊരു മനുഷ്യനെന്നാണ്. എന്നാൽ അതിനിടയിൽ ശ്രീ കുറുപ്പുമായി ഞാൻ ഇടയേണ്ടി വന്നു. ഞങ്ങളെ പാർട്ടിയിൽ വലിയൊരു ഗ്രൂപ്പ് പോരുണ്ടായി. ആ ഘട്ടത്തിൽ എന്റെ വീട് വലിച്ചു കളിയും എന്റെ വീട് ചുട്ടുകളിയും എന്നെ മർദ്ദിക്കും എന്ന് വന്നപ്പോൾ ബഹുമാന്യനായ അമ്മദാജി എന്റെ വീട്ടിൽ വന്ന് PR കുറുപ്പിനെ വെല്ലുവിളിച്ച സംഭവം ഞാൻ ഓർമ്മിക്കുന്നു. ബഹുമാന്യനായ കുഞ്ഞുമൂ സഹാജി അദ്ദേഹത്തിന് കിട്ടാവുന്ന സഹപ്രവർത്തകന്മാരെയും മൂന്നാലിൽ നിന്ന് കൂട്ടി വന്ന് എന്റെ വീട്ടിൽ അന്തി ഉറങ്ങത് ഞാൻ ഓർമ്മിക്കുന്നു. അസ്വാജിയായും കുഞ്ഞുമൂ സഹാജിയായും അതുപോലെ തന്നെ അമ്മദാജിയുമായും എത്രയേറെ കടപ്പെട്ട വ്യക്തിയാണ് പൊതുജീവിതത്തിൽ ഞാൻ എന്നതിന്റെ വിവരമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അർപ്പിച്ചത്. അവരോട് തുല്യമായ കുഞ്ഞുമൂ സഹാജി മരിച്ച വിവരം ഞാൻ അറിയുന്നത് മോന്താൽ അനന്തൻ വിളിച്ചുകൊണ്ടാണ്. രാവിലെ ഫോണിൽ വിളിച്ച് അനന്തൻ പറഞ്ഞു, മുളിയിൽ കുഞ്ഞുമൂ സഹാജി അത്രയേ പറയാൻ കഴിഞ്ഞുള്ളൂ, പൂർത്തീകരിക്കാൻ അനന്തന് കഴിഞ്ഞില്ല. അന്നന് അത്രമാത്രം വേദനയുള്ള മരണമായിരുന്നു കുഞ്ഞുമൂ സഹാജിയുടെ മരണം. ആ കുഞ്ഞുമൂ സഹാജി അതുപോലെ തന്നെ ഹസ്സുഹാജി, അതുപോലെ അവരെ പോലെ ജനകീയനാവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ബഹുമാന്യനായ PP അഹമ്മദ് ഹാജി തൂണേരിയിൽ രജിസ്റ്റർ ഓഫീസിൽ ക്ലർക്കായി പ്രവർത്തിക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ആശയത്തിൽ വ്യാപൃതനായി ബഹുമാനപ്പെട്ട PP അഹമ്മദ് ഹാജി PR കുറുപ്പുമായി ബന്ധപ്പെടുന്നത്. അതിനുശേഷം മരണം വരെ ആത്മമിത്രങ്ങളായിരുന്നു ഞങ്ങൾ. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ എന്നെ നയിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട PP അഹമ്മദ് ഹാജി. ഏറ്റവും അധികം ദീനി ചിട്ടയുള്ള, ഏറ്റവും അധികം ഇസ്ലാമി ചിട്ടയുള്ള മഹാനന്മാരായിരുന്നു ബഹുമാനപ്പെട്ട PP അഹമ്മദ് ഹാജി. ഈ മഹാന്മാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അവരെ ഈ ദുനിയാവിൽ നേതാവാക്കിയതുപോലെ തന്നെ മഹ്ശറയിലും അവരുടെ വ്യക്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഇവരൊക്കെയുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രഭാപൂരിതമായ
പ്രകാശഗോപുരം, ആത്മീയ ചൈതന്യം ഈ കുടുംബത്തിന് സംഭാവന ചെയ്യുന്നത് ഇന്ന് മോന്താൽ പള്ളിയിലെ അങ്കണത്തെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവർകളാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത്, അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ കറാമത്തുകളെ വിശ്വസിക്കേണ്ടത് ഈ തലമുറയുടെ കടമയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാദാം അദ്ദേഹം അബ്ദുറഹ്മാൻ ഷെയ്ഖ് ചാവക്കാട്ട് സ്വദേശിയായിരുന്നു. ചാവക്കാട്ടിൽ നിന്നാണ് നാദാപുരത്തും മുള്ളൂക്കരയിലും ദർസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അദ്ദേഹം മോന്താൽ ആസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. മോന്താലിൽ മൊയിലോത്ത് പക്കിച്ചി ഉമ്മയെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ഈ പക്കിച്ചി ഉമ്മയുടെ ബാപ്പ മൂസ എന്നു പേരായ ഒരാളാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട മൂസ. മൂസയുടെ മകളാണ് പക്കിച്ചി ഉമ്മ. പക്കിച്ചി ഉമ്മയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് കല്യാണം കഴിച്ചത്. ആ ഉമ്മയിലുള്ള ഖദീജ അജുമ്മയാണ് കലന്തർക്ക വിവാഹം കഴിച്ചിരിക്കുന്നത്. അഹമ്മദ് ഖാന്റെയും അസ്വാജിയുടെയും ഒക്കെ ഉമ്മയാണ് ഖദീജ ഉമ്മ. ഈ തറവാടുമായി എനിക്കുള്ള ലിങ്ക് ബന്ധം ഞാൻ സ്ഥാപിക്കട്ടെ. ഈ തറവാടിൽ ഞാനൊരു അന്യനാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ തറവാടിലെ ഒരു ഘടകവുമായി കുടുംബ ബന്ധമുള്ളവനാണ്. അത് ബഹുമാനപ്പെട്ട കലന്തർക്ക കല്യാണം കഴിച്ച അദ്ദേഹത്തിന്റെ മക്കളുമായിട്ടുള്ള കുടുംബമാണ്. ഒരാളെയാണ് കലന്തർക്ക കല്യാണം കഴിക്കുന്നത്. ഇവരുടെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ ഭാര്യയുടെ ബാപ്പ മൂസ എന്റെ ഉപ്പയുടെ ഉമ്മയുടെ കാരണവരായിരുന്നു. അപ്പൊ ആ നിലയിൽ ഞാൻ ഈ കുടുംബവുമായി ബന്ധമുള്ളവരാണ്. ഞാൻ ഈ കുടുംബവുമായി ഈ ഇടകി ചേരാൻ ബാധ്യസ്ഥനുമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ കറാമത്തുകളെ കുറിച്ച് അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത ധീരമായൊരു പ്രവർത്തനം പരമ്പരാഗതമായി എന്റെ മുൻപുള്ള ആളുകൾ പറഞ്ഞു കേട്ടത്, ഇതിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു നാട്ടുമുഖ്യസ്ഥൻ. ഭക്ഷണം, അന്ന് ഇതുപോലെ ബസ്സൊന്നുമില്ല. മത്സ്യത്തിന് മോന്താൽ പള്ളിയിൽ കടവ് കടന്നിട്ട് ചോമ്പാലിൽ പോയി മത്സ്യം ചുമന്നിട്ടാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ വിൽക്കാറ്. ഒരു സാധു മനുഷ്യൻ ജുമായയുടെ ഓത്തായപ്പോൾ പള്ളിയിൽ കയറി. അദ്ദേഹം മുൻ ചപ്പിൽ പോയി, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, മുൻ ചപ്പിൽ പോയി. ഇത് ഈ നാട്ടുമുഖ്യസ്ഥന് പിടിച്ചില്ല. അദ്ദേഹം അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് പിന്നിലേക്ക് തള്ളി. ജുമായ കഴിഞ്ഞപ്പോൾ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ബഹുമാന ഷെയ്ഖ് പള്ളിയിൽ പ്രസംഗിച്ചെന്നാണ് കേട്ടത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭക്ഷണവും നിന്റെ ആദരവും എനിക്ക് ഹറാമാണ് എന്ന്. ഇത്ര ധീരതയോടെ പറയാൻ ഇന്ന് ആർക്ക് കഴിയും? അന്ന് ഉപ്പുവെള്ളം കയറി, ഉപ്പുവെള്ളത്തെ തടയാനാണ് മോന്താൽ പാല റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന നിലയിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയതാണ്. ആ മോന്താൽ പാലം കിട്ടിയ സ്ഥലത്ത് ഉപ്പുവെള്ളം കയറി ആളുകളുടെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വന്നപ്പോൾ ആളുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഷെയ്ഖിനോട് വന്ന് ആവരാതി പറഞ്ഞു. ആ ആവരാതിയുടെ പേരിൽ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ആ പാലമുള്ള സ്ഥലത്ത് നൊര പൊന്തി ഞൊരയുണ്ടിട്ട് തിരമാലിയായി ഉയർന്നിട്ട് ഉപ്പുവെള്ളത്തെ തടഞ്ഞ് കടലിലേക്ക് അയച്ചു എന്ന് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്. കറാമത്ത് ശരിയോ തെറ്റോ എന്ന് ഞാൻ അറിയില്ല. ആ ഷെയ്ഖ് ഈ തലമുറയിലെ മഹാനായൊരു ബന്ധുവായിരുന്നു. ബഹുമാനപ്പെട്ട കലണ്ടർക്കാന്റെ അമ്മോശനായിരുന്നു. ഈ ഇരിക്കുന്ന മഹമൂദിന്റെയും ഇവിടെ ഇരിക്കുന്ന ഇടത്തിൽ 3 പെമ്മക്കൾ. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, മുല്ലവീട്ടിൽ തറവാട്ടിലെ 2 ആളുകള്, ഒന്ന് ഇടത്തിൽ കെട്ടിക്കൊണ്ടുവന്ന ഹജ്ജുമ്മ. ഈ 3 പെമ്മക്കളുടെയും മക്കളുടെ ഉപ്പാപ്പ, അവിടെ വല്യുപ്പ മഹാനായ ഷെയ്ഖായിരുന്നു എന്നതുകൂടി ഈ തറവാട്ടിന് പ്രകാശഗോപുരമല്ലേ, ഈ തറവാട്ടിന് അഭിമാനമല്ലേ. അതുകൊണ്ട് ഈ സംഗമം, ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല, ഒരുപാട് പ്രസംഗം എന്റെ ബില്ലിൽ വരാൻ പോകുന്നുണ്ട്. ഇവരെയൊക്കെ കുറിച്ച് ഞാൻ അഹമ്മദാജിയെ കുറിച്ചും അസ്വാജിയെ കുറിച്ചും അതുപോലെ തന്നെ കുഞ്ഞുമൂസാജിയെ കുറിച്ചും PP അഹമ്മദാജിയെ കുറിച്ചും വരികൾ പറഞ്ഞു എന്നതല്ലാതെ അവരുടെ മഹത്വങ്ങൾ മുഴുവനും പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ സന്ദർഭം അതിന് മുഴുവനും ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
സംഗമം സംഘടിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ എടത്തിൽ അഹമ്മദ് സാഹിബും അതുപോലെ മുണിയിൽ കുഞ്ഞുമൂസ് സാഹിബും എന്റെ സഹപ്രവർത്തകർ വലിയ രാഷ്ട്രവും സഹപ്രവർത്തകരായ കൂടരത്തുത്തൽ കുഞ്ഞത്തുള്ളി എല്ലാം എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ സഹകരിക്കണമെന്ന്. എനിക്കൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എത്ര അത്ഭുതകരമായിട്ടാണ്. ഞാൻ എപ്പോഴും കണ്ണോത്ത് പോകാറുണ്ട്, AT പോക്കാജി കാണാറുണ്ട്. പക്ഷെ അദ്ദേഹം ഈ കുടുംബത്തിലൊരു കണ്ണിയാണ് എന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ആ കുടുംബവുമായി ബന്ധമുള്ളവരാണ് ഞാൻ, ആ കുടുംബമായി സൗഹൃദമുള്ളവരാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ഈ സംഗമം, നിങ്ങളുടെ ട്രസ്റ്റ് പ്രായോഗികമായിരിക്കണം. ഇതിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്, ഈ കുടുംബത്തിൽ നിയമസാമാജികന്മാരുണ്ടായിരുന്നു, ഈ കുടുംബത്തിൽ വക്കീലുമാരുണ്ട്, ഈ കുടുംബത്തിൽ കർഷകന്മാരുണ്ട്. ഒക്കെ കൂടെ ഈ കുടുംബത്തിൽ എന്നെ പോലത്തെ ദരിദ്രരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ സാധിക്കുന്ന മാധ്യമങ്ങൾ സൃഷ്ടിക്കണം. ഈ കുടുംബ സംഗമം ഈ ചരിത്രത്തിലെ 400 വർഷം പഴക്കമുള്ള 12 തലമുറയുടെ ചരിത്രത്തിന് ഒരു വലിയ ധ്രുവീകരണമായി തീരട്ടെ, ചരിത്ര സംഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.